നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റേഞ്ച് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2 മുതൽ 10 വരെയുള്ള നമ്പറുകളുടെ സം എടുക്കുക ടു ഫൈൻഡ് ദ സം ഓഫ് റേഞ്ച് ഓഫ് നമ്പേഴ്സ്. അപ്പം നമ്മൾ കീബോർഡിൽ നിന്ന് അല്ലെ യൂസറിൽ നിന്ന് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 2 റീഡ് ചെയ്യണം, അപ്പർ ലിമിറ്റ് 10 റീഡ് ചെയ്യണം. സോ 2നും 10നും ഇടയിലുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, സം ഓഫ് എ റേഞ്ച് ഓഫ് നമ്പേഴ്സ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, സം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മെയിൻ പ്രോഗ്രാം നോക്കാം. ആദ്യം നമ്മൾ ലോവർ ലിമിറ്റ് റീഡ് ചെയ്തു, അത് ലോ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അപ്പർ ലിമിറ്റ് റീഡ് ചെയ്തു, ദാറ്റ് ഈസ് 10, അത് നമ്മൾ ഹൈ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ റിട്ടേൺ വാല്യൂ അവിടുന്ന് വരുന്നുണ്ടെന്ന് അതിൻ്റെ മീനിങ്. എന്നിട്ട് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ലോയും ഹൈയും പാസ് ചെയ്തു. അപ്പം എൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 2ഉം വരും, ഹൈ എത്ര 10ഉം വരും. അപ്പോൾ അതിവിടെ വന്നിട്ട് ലോ എല്ലിലും ഹൈ എന്നുള്ള എച്ചിലോട്ടും സ്റ്റോർ ആവും. എന്നിട്ട് ഇനിഷ്യലി സം എന്തായിട്ട് സെറ്റ് ചെയ്തു, 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഐ ഇൻ റേഞ്ച് ഓപ്പറേറ്ററിൽ ലോവറും അപ്പർ ലിമിറ്റ് +1 എടുത്തു. എന്നാലേ നമുക്ക് അപ്പർ ലിമിറ്റ് കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, 0യിൽ നിന്നാണ് സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ n-1 വരെ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ലോവർ ലിമിറ്റ് 2 ആണ്, അപ്പർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ 2,10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് ഓപ്പറേറ്റർ 2 മുതൽ 9 വരെ എടുക്കത്തുള്ളൂ, 10 എടുക്കത്തില്ല. അപ്പോൾ 10 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ h+1 അല്ലെങ്കിൽ ഹയർ ലിമിറ്റ് +1 എണ്ണ എടുത്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് എസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ s+i ചെയ്തേക്കുന്നത്. കാരണം ആദ്യം ഐയുടെ വാല്യൂ 2 വരും, അത് സമ്മിലോട്ട് ആഡ് ചെയ്യും. s = s+i. s ഇനീഷ്യൽ വാല്യൂ 0 0 + 2 ഇടും. ഇനി ഐയുടെ വാല്യൂ 3 ആവും. അപ്പോൾ ഓൾറെഡി ഉള്ള സമ്മിൻ്റെ 2ൻ്റെ കൂടെ 3 ആഡ് ചെയ്യും. അങ്ങനെ h 10 ആവുന്നിടം വരെ, എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മൾ ലോവർ ലിമിറ്റ് 2,11 എടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 10 വരെ. അപ്പോൾ ഐയുടെ വാല്യൂ 10 ആവുന്നിടം വരെ ഇതിങ്ങനെ വർക്ക് ചെയ്യും. എന്നിട്ട് ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ എസിലായിരിക്കത്തില്ലേ സം ഉള്ളത്, ആ സം വാല്യൂ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ആവും. അത് നമുക്ക് എവിടെ ഉണ്ടാവും, എയിലുണ്ടാവും. അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഗ്രാം.